ഊർജ്ജസ്വലനായ നരേന്ദ്രമോദിയെയാണ് ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വളരെ നിരാശനായ, തളർന്ന അവശനായ നരേന്ദ്രമോദിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി തുടർച്ചയായി 3-ാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നു. കഴിഞ്ഞ 2 തവണയും BJPക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്നു. ഇത്തവണ ഭൂരിപക്ഷമില്ല. ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ പോകുന്നത്. മോദിയുടെ നിറം മങ്ങിയിരിക്കുന്നു. മോദി തികഞ്ഞ നിരാശയിലാണ്. പണ്ട് AB വാജ്പേയി ഇന്ത്യ ഭരിച്ചിരുന്ന കാലം BJPക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. BJPയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, അതായത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുക, കശ്മീരിൻ്റെ പ്രത്യേക അവകാശം പിൻവലിക്കുക, ഈ 3 പ്രധാനപ്പെട്ട അജണ്ടകൾ മാറ്റിവെക്കാൻ BJP തയ്യാറായി. അങ്ങനെയാണ് മതേതര പാർട്ടികളുടെ പിന്തുണ ആർജിച്ചിരുന്നത്. അന്നത്തെ ഒട്ടേറെ രസകരമായ കഥകളുണ്ട്. വാജ്പേയി ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് മന്ത്രിസഭയിലെ ഒരു മുതിർന്ന BJP മന്ത്രിയെ ചെന്നൈയിലേക്ക് അയക്കണം. ചെന്നൈയിലെത്തി ആ മന്ത്രി ജയലളിതയുമായി കൂടിക്കാഴ്ച നടത്തണം. ആ തീരുമാനം, വാജ്പേയിയുടെ തീരുമാനം ജയലളിതയെ അറിയിക്കും. ജയലളിത യെസ് എന്ന് പറഞ്ഞാൽ ആ തീരുമാനവുമായി വാജ്പേയിക്ക് മുന്നോട്ട് പോകാം. ജയലളിത നോ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ പദ്ധതി അവസാനിപ്പിക്കണം. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അങ്ങനെ ജയലളിതയെ കണ്ടതിന് ശേഷം, ജയലളിതയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ആ മന്ത്രി ദില്ലിയിലേക്ക് പറന്നു കഴിഞ്ഞാൽ വാജ്പേയി അതേ മന്ത്രിയെ നേരെ മുംബൈയിലേക്ക് അയക്കും. മുംബൈയിലെത്തി ശിവസേനയുടെ ഏറ്റവും ഉന്നതനായ നേതാവായ ബാൽ താക്കറെയെ കാണണം. ബാൽ താക്കറെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ബോധ്യപ്പെടുത്തണം. ബാൽ താക്കറെ യെസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ആ മന്ത്രി ദില്ലിയിലേക്ക് പറക്കും. അങ്ങനെ AB വാജ്പേയിയെ ഈ ബാൽ താക്കറെയുടെ പിന്തുണ അറിയിക്കും. ഇതിന് ശേഷം മാത്രമാണ് വാജ്പേയിക്ക് പ്രധാനപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ സമാനമാണ്. ഒരു തീരുമാനവും, പ്രധാനപ്പെട്ട തീരുമാനവും പ്രധാനമന്ത്രിക്ക് തനിച്ച് കൈക്കൊള്ളാൻ സാധിക്കില്ല. അതിൻ്റെ ആദ്യ സൂചനകൾ ഇന്ന് തന്നെ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാവായ ചന്ദ്രബാബു നായിഡു ഒരു കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. തൻ്റെ സംസ്ഥാനമായ താൻ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കും എന്നതാണ്. ഒന്നും നരേന്ദ്രമോദിക്കോ BJPക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ JDUവിൻ്റെ നേതാവായ നിതീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ജാതി സെൻസസ് രാജ്യവ്യാപകമായി നടപ്പിലാക്കണം എന്നതാണ്. ജാതി സെൻസസിന് BJP എതിരാണ്. കാരണം ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ അത് BJPയുടെ വോട്ട് ബാങ്കായ, അടിസ്ഥാന വോട്ട് ബാങ്കായ മുന്നോക്ക വിഭാഗക്കാരുടെ അപ്രീതിക്ക് കാരണമാവും. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടത്താൻ BJP തയ്യാറല്ല. എന്നാൽ നിതീഷ് കുമാർ ഈ വിഷയത്തിൽ ഒരു കുറച്ച് സമീപനം കൈക്കൊണ്ടാൽ യാതൊരു സംശയവും വേണ്ട, നരേന്ദ്രമോദി കടുത്ത പ്രതിസന്ധിയിലാവും. മോഡിക്ക് സഖ്യകക്ഷികളിൽ നിന്നും മാത്രമല്ല BJPയിൽ നിന്നും കടുത്ത വെല്ലുവിളിയുണ്ട്. ഇത് നമ്മൾ സംഘപരിവാറിൻ്റെ അവരുടെ ഒരു പ്രോട്ടോകോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും മുകളിൽ നിൽക്കുന്നത് RSSൻ്റെ സർസംഘചാലകാണ്. മോഹൻ ഭാഗവതാണ് ഇപ്പോഴത്തെ സർസംഘചാലകൻ. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഒരു അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും സംഘപരിവാറിൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഏറ്റവും മുകളിൽ, അതായത് സർസംഘചാലകിനും മുകളിലായിരുന്നു നരേന്ദ്രമോദിയുടെ സ്ഥാനം. RSS പറഞ്ഞാൽ അനുസരിക്കാത്തൊരു ആ ഒരു തലത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നിരുന്നു. എന്നാൽ നരേന്ദ്രമോദി ഇപ്പോൾ കുത്തനെ താഴോട്ട് വീഴുകയാണ്. RSS നരേന്ദ്രമോദിക്ക് മേൽ പിടിമുറുക്കും. അതോടൊപ്പം തന്നെ BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും. RSS നരേന്ദ്രമോദിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. അതായത് 2025 ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ആ അജണ്ട. 2025 എന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. RSS രൂപീകരണത്തിൻ്റെ 100ാം വാർഷികമാണ് 2025 നടക്കാൻ പോകുന്നത്. ആ 2025 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക എന്നതാണ് ആ അജണ്ട. ആ അജണ്ട നടപ്പിലാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം BJPക്ക് ഭൂരിപക്ഷമില്ല, 3-2 ഭൂരിപക്ഷം ലഭിക്കില്ല. മാത്രമല്ല സഖ്യകക്ഷികൾ സമ്മതിക്കില്ല. ഈ ഒരു അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ
എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലും നരേന്ദ്രമോദി ദുർബലനാവുന്നു. പണ്ട് AB വാജ്പേയി ഭരിക്കുന്ന ഘട്ടത്തിൽ പല സഖ്യകക്ഷികളും NDA വിട്ട് പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ NDA വിട്ട് പുറത്തു പോയാൽ തന്നെ മറ്റു പല മതേതര പാർട്ടികളെയും പിടിച്ച് അവരെയെല്ലാം ആകർഷിച്ച് അവരെല്ലാം ഭീഷണിപ്പെടുത്തി അങ്ങനെയെല്ലാം ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതില്ല. കാരണം ഇപ്പോൾ DMK പണ്ട് AB വാജ്പേയി സർക്കാരിൽ മന്ത്രിമാരായിരുന്നു, പങ്കാളികളായിരുന്നു. അവർക്കൊരിക്കലും തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുമായി കൈകോർക്കാൻ സാധിക്കില്ല. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി പണ്ട് AB വാജ്പേയി ഭരിക്കുമ്പോൾ അവർ ആ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മമതാ ബാനർജിക്ക് ഈ നരേന്ദ്രമോദി സർക്കാരിൽ പങ്കാളിയാവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ മോദിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ആ മന്ത്രിസഭ എപ്പോൾ വേണമെങ്കിലും താഴെ പോകാം.